നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ശക്തമാകുമ്പോഴും ഹോർമൂസ് കടലിടുക്ക് പോലുള്ള നിർണായക വിഷയങ്ങളിൽ സംഘർഷം കനക്കുമ്പോഴും ഇറാൻ നേരിട്ട് അമേരിക്കയെ നേരിടുന്നതിനേക്കാൾ കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന സൂചനയാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്നത്. റഷ്യയെ ഒരു തന്ത്രപരമായ സഖ്യരാജ്യമായി മുന്നോട്ട് വെച്ച് ട്രംപ് ഭരണകൂടത്തിനെതിരെ ഒരു സമാന്തര ശക്തി കേന്ദ്രം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ അടിസ്ഥാനം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാകുന്നതിനിടെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാനിൽ നിന്ന് ചെറിയ സന്ദർശനത്തിന് ശേഷം ഞായറാഴ്ച റഷ്യയിലേക്ക് പുറപ്പെട്ടു. പാകിസ്ഥാനിൽ നിശ്ചയിച്ച ചർച്ചയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടെയാണ് അരാക്ചി റഷ്യയിലേക്ക് പുറപ്പെട്ടത്. മോസ്കോയിൽ അരാക്ചി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. മൂന്നാം മാസത്തിലേക്ക് കടക്കുന്ന ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികളായിരിക്കും ചർച്ചയുടെ പ്രധാന അജണ്ട. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യത്തെയും ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധത്തെയും ഇറാൻ എപ്പോഴും എതിർക്കുന്ന സമീപനമായിരിക്കും പ്രധാന ചർച്ച. അബ്ബാസ് അരാക്ചിയുടെ മോസ്കോ സന്ദർശനത്തിന് പിന്നിലെ സന്ദേശം വ്യക്തവും ആസൂത്രിതവുമാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിൽ പ്രധാന പങ്കാളികൾക്കിടയിലുള്ള ഏകോപനം ശക്തമാക്കാനാണ് ഇറാന്റെ ശ്രമമെന്നും ഇറാൻ പറയുന്നു. അതിനിടെ റഷ്യയുടെ പ്രതിനിധി മിഖായേൽ ഉലിയാനോവ് അമേരിക്കയുടെ സമീപനത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നു.